ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച DMK തമിഴ്നാട്ടിൽ SIR തടയാൻ സുപ്രീം കോടതി ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് DMK ചൂണ്ടിക്കാണിക്കുന്നത്? SIR-നെ തീവ്രമായി എതിർക്കുന്ന സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് സർക്കാർ. അത്തരത്തിൽ തമിഴ്നാട്ടിൽ SIR കൊണ്ടുവരരുത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബഹിഷ്കരിക്കുന്നു എന്ന നിലപാടെടുക്കുക കൂടിയാണ് DMK സർക്കാർ. എന്തൊക്കെയാണ് ഈ ഹർജിയിൽ ആവശ്യം? വിനീഷ ഭദ്ര, കഴിഞ്ഞ ദിവസം MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ തന്നെ തമിഴ്നാട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ DMK-യുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തടയാൻ സുപ്രീം കോടതി ഉത്തരവിടണം എന്നൊരു ആവശ്യമാണ് ഹർജിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഏകപക്ഷീയം ഒഴിവാക്കാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ SIR-ൽ സുപ്രീം കോടതി ബീഹാർ SIR-മായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു അന്തിമ തീരുമാനം ആകുന്നതിന് മുമ്പ് തന്നെ തിടുക്കത്തിൽ മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DMK ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും DMK സെക്രട്ടറി RS ഭാരതിയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. SIR-മായി മുന്നോട്ട് പോകാമെന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ അത് കേൾക്കാമെന്നുള്ള കാര്യം സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാർ SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഈ ബീഹാർ SIR-നോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഹർജി കൂടി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും DMK-ക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ ഹർജിയുമായി മുന്നോട്ട് വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിനിഷ, ശരി, ഏതായാലും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് തമിഴ്നാട്ടിനെ ഒഴിവാക്കണം, ആ വോട്ടർമാരെ ഒരു യാതൊരുവിധ നിബന്ധനയും നിർണയവുമില്ലാതെ ഒഴിവാക്കുന്ന, വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി ഇല്ലാതെയാക്കണമെന്ന് തന്നെയാണ് DMK സർക്കാർ, തമിഴ്നാട് സർക്കാർ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്.